ഹായ് ഹലോ വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ ടു റോസിക്കുട്ടൻസ് വ്ളോഗ്സ്. നമ്മൾ മലയാളികളെ മാത്രമല്ല മനുഷ്യന്മാരെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സന്തോഷം തരുന്ന ഒരു സംഭവം നമ്മുടെ ഫുഡ്, നമ്മുടെ ഭക്ഷണമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? എത്ര തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും എത്ര സ്ട്രെസ്സിൻ്റെ ഇടയിലാണെങ്കിലും നല്ലൊരു ഭക്ഷണം നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ മുഖമൊക്കെ നല്ല ഹാപ്പി പ്ലസൻ്റ് ആവും. അപ്പോൾ ഫുഡിന് നമ്മുടെ ലൈഫിൽ ഒരു വലിയ പങ്ക് തന്നെയുണ്ട്. നല്ലൊരു ഫുഡ് നമ്മുടെ മൈൻഡിൻ്റെ നല്ലൊരു ഹാപ്പിനെസ് തന്നെയാണ്. ഇന്നപ്പോൾ ഫുഡ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരു സെലിബ്രിറ്റി ഷെഫിൻ്റെ അടുത്ത് നമ്മളിന്ന് വന്നേക്കാണ്. വേറെ ആരും അല്ല, നമ്മുടെ UK കൊവൻട്രിയിലുള്ള ടിഫിൻ ബോക്സിൻ്റെ വൺ ഓഫ് ദ മാനേജിങ് ഡയറക്ടേഴ്സായ ഷെഫ് ജോമോൻ. ഓക്കെ, അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം ഷെഫ് ജോമോൻ. ചേട്ടാ, ഹൗ ഡസ് ഇറ്റ് ഫീൽ UK പോലെയുള്ള ഒരു മഹാനഗരത്തില് നമ്മുടെ മലയാളി ഒരു റെസ്റ്റോറന്റ്, ഇപ്പൊ മലയാളികളായിക്കോട്ടെ വിദേശികളായിക്കോട്ടെ ഒരുപോലെ ഇവിടെ നമ്മൾ പുറത്ത് നിന്നപ്പോ ഒരുപോലെ കയറി വരുന്നുണ്ട്. ഹൗ ഡു യു ഫീൽ UK ഇങ്ങനെ വന്നിട്ട്? ഇന്നത്തെ ദിവസം കുറച്ചുകൂടെ സ്പെഷ്യലാണ്. നിങ്ങൾ വന്നു, അത് തന്നെയല്ല, ഇന്നൊരു എൻഗേജ്മെന്റ് നടക്കുന്നു. അപ്പൊ അതൊരു ഇംഗ്ലീഷ് മലയാളി വെഡിങ് ആണ്. അപ്പം അത് ഒരു മലയാളി പെൺകുട്ടി ഒരു ഇംഗ്ലീഷുകാരനായിട്ട് കല്യാണം നടക്കുന്നതിന്റെ വെഡിങ് ആണ്. ദ ഹോൾ ഫാമിലി റെസ്പെക്റ്റീവ് ഓഫ് ദ ഹോൾ എത്നിസിറ്റി എല്ലാവരും മുണ്ടൊക്കെ കൊടുത്ത് സാരിയൊക്കെ കൊടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ അവർക്ക് നാടൻ ഫുഡ് സെർവ് ചെയ്യാണ്. അവരും കേരള പെപ്പർ ചിക്കൻ ഒക്കെ കഴിച്ചോണ്ട് അവിടെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ആ സ്റ്റാർട്ടർ കൊടുത്തിട്ട് വരാനായിട്ട് ഹോൾഡ് ചെയ്യാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞത്. സോ അവരും നമ്മുടെ ഫുഡ് എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ ഇറ്റ്സ് എ പ്രിവിലേജ്, ഇറ്റ്സ് ഫീൽ ഗുഡ്. പിന്നെ നല്ലൊരു സണ്ണി ഡേ ആണ്. ഞാൻ പിന്നെ ആലോചിക്കായിരുന്നു, നമ്മളിവിടെ വന്ന് ചേട്ടൻ നമ്മളോട് വന്ന് സംസാരിച്ചു, എന്താ പറയാ, ആളിങ്ങനെ ഓടിച്ചാടി നടന്ന്, എന്താ പറയാ, ഒരു കുഞ്ഞു കൊച്ചിന്റെ പോലെ അവിടെ എത്തുന്നു ഇവിടെ എത്തുന്നു, ആളുകളെ മാനേജ് ചെയ്യുന്നു. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. അപ്പൊ ചേട്ടൻ എങ്ങനെയാണ് ഇതൊക്കെ? നമുക്കറിയാം, ഒരു റെസ്റ്റോറന്റ് ഒരു നോക്കി നടത്തുക, ചേട്ടൻ വൺ ഓഫ് ദ മാനേജിങ് ഡയറക്ടേഴ്സ് ആണ്. അപ്പൊ ഇറ്റ്സ് നോട്ട് ഈസി. ഇന്നത്തെ ഒരു കാലത്ത് ജസ്റ്റ് ഒരു ഫുഡ് മാത്രമല്ല ഒരു, അതിപ്പോ നമ്മൾ നോക്കിയാൽ ഒന്നും ഈസി അല്ലല്ലോ. നമുക്ക് ഇപ്പം ഡ്രൈവിംഗ് ആദ്യം ചെയ്യുന്നവർക്ക് ഈസി അല്ലല്ലോ. നമുക്ക് ഒന്നാലോചിച്ച് നോക്കിയാൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം, ഇൻഡിക്കേറ്റർ ഇടണം, അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്താൽ വൈപ്പേഴ്സ് ഓൺ ആക്കണം, അതിൻ്റെ ഇടയ്ക്ക് ക്ലച്ച് പൊടിക്കാൻ പോകണം, ബ്രേക്ക് പിടിക്കാൻ പോകണം. പക്ഷേ ഒന്ന് യൂസ് ആയി കഴിയുമ്പോൾ നമ്മൾ മൊബൈൽ വരെ ഇപ്പോൾ അതിൽ യൂസ് ചെയ്തില്ലേ? ഇപ്പൊ ഈ ഡ്രൈവിംഗ് എല്ലാം ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മൾ മൊബൈൽ ഫോണും യൂസ് ചെയ്യും എന്ന് പറയുന്ന പോലെ. നമ്മളത് യൂസ്ഡ് ആവും, നമ്മളത് ചെയ്യുന്നു എന്ന് തോന്നത്തില്ല, പക്ഷേ നമുക്ക് അവിടെ എത്തണം എന്നുള്ളതാണ്. എങ്ങനെയാണ് അപ്പൊ ഒരു ബിസി ലൈഫ് ഷെഡ്യൂൾ എങ്ങനെയാണ് ചേട്ടൻ മാനേജ് ചെയ്യുന്നത്? അങ്ങനെ ഇപ്പം മാനേജ് ചെയ്യുന്നില്ല, നമ്മൾ എല്ലായിടത്തും എത്തിച്ചേരുന്നുള്ളതാണ്. ഹാപ്പിനെസ്. അപ്പം അതിന് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി ഒരു എഫേർട്ട് ഇടുകയില്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ എത്തിച്ചേരുന്നതാണ്. അങ്ങനെ ഒരു എഫേർട്ട് ഇടുന്നു പോലും നമ്മൾ തോന്നാറില്ല. കാരണം ഇന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, 4 പരിപാടിയാണ് നടക്കുന്നത്. ഇപ്പൊ ഒന്ന് നിങ്ങൾ വന്നു, താഴെ ഒരു 10 പേരെ ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഈ എൻഗേജ്മെന്റ് നടക്കുന്നു, പ്ലസ് ലഞ്ച് ഓൺ ആണ്. അപ്പം ഞാൻ ലഞ്ചിന്റെ എല്ലാ ടേബിളിനെയും കണ്ടു, നിങ്ങളെ മീറ്റ് ചെയ്തു. ആ 10 പേരെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു, അവർ താഴെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. മറ്റേ എൻഗേജ്മെന്റ് പാർട്ടിക്ക് അവർക്ക് സ്റ്റാർട്ട് എല്ലായിടത്തും നമ്മൾ എത്തിച്ചേരും. കാരണം അവരും നമ്മളെ ലുക്ക് ഫോർവേഡ് ചെയ്താ വരുന്നേ. എൻഗേജ്മെന്റ് പാർട്ടിക്ക് വരുമ്പോൾ ഷെഫ് ഉണ്ടാവില്ലേ? ഷെഫ് എനിക്ക് തോന്നുന്നു ടിഫിൻ ബോക്സിനേക്കാളും നമുക്ക് ടിഫിൻ ബോക്സ് തരുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. അത് ഞാൻ മാക്സിമം എൻജോയ് ചെയ്യും. ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന്റെ പേര് നമ്മൾ കൂടി അറിയപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണെന്ന് എനിക്ക്. ഒരു സെലിബ്രിറ്റി ഷെഫ് സ്റ്റാറ്റസ് എങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ സെലിബ്രിറ്റി ഷെഫ് ഒന്നും ഞാൻ എങ്ങും പറയാറില്ല. പക്ഷേ ദൈവനുഗ്രഹിച്ച കുറച്ച് പ്ലാറ്റ്ഫോമുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഒരു പക്ഷേ ചിലപ്പം ഭാഗ്യം കൊണ്ടാവാം, ചിലപ്പം വീട്ടുകാരുടെ പ്രാർത്ഥനയാവാം. അങ്ങനെ ചില പ്ലാറ്റ്ഫോമുകളിൽ എത്തിപ്പെടാൻ പറ്റിയതിൽ അവിടെ ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അവിടെ ഒന്ന് എത്തിപ്പെടാൻ പറ്റിയത് കൊണ്ട് കുറച്ച് ആൾക്കാരുടെ കൂടുതൽ അറിയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിനൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്നതിനേക്കാൾ ഉപരി ഒരുപാട് ആൾക്കാരെ കണക്ട് ചെയ്യാൻ, ഒരുപാട് ആൾക്കാരെ സ്നേഹിക്കുന്നത് അറിയാറുണ്ട്. ഇന്നൊരാൾ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഒരു വട്ടം ഒരാളെ കണ്ടതാണ് ഞങ്ങളുടെ നാട്ടിൽ വെച്ച്. അദ്ദേഹമാണെങ്കിൽ ജൂനു എന്ന് പറഞ്ഞ ഒരാൾ. അപ്പം അദ്ദേഹം ബാഴ്സലോണയിൽ 2 ദിവസത്തെ അവിടെ ഹോസ്പിറ്റലിൽ ജോലിക്ക് വേണ്ടി വന്നു. പക്ഷേ അയാൾ താമസിക്കുന്നത് ബർമിംഗ്ഹാമിലാണ്. അപ്പോൾ ഞാൻ വളരെ യാദൃശ്ചികമായി കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ പോകുമ്പോൾ അതിനടുത്താണ് പുള്ളി താമസിക്കുന്നത്. അങ്ങനെ കണ്ടു പരിചയപ്പെട്ടു.
ഇന്ന് ആൾ എന്നെ വിളിച്ചിരിക്കുകയാണ്, എനിക്ക് ആളെ മനസ്സിലായില്ല, ഞാൻ 1 വർഷം ആയതേ ഉള്ളൂ ലണ്ടനിൽ വന്നിട്ട്, ഞാൻ ബർമിംഗ്ഹാമിൽ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ഞങ്ങൾ എന്തോ പറഞ്ഞു കൂട്ടത്തിൽ ടിഫിൻ ബോക്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഷെഫിനെ കുറിച്ച് അറിയുന്നത്. ഞാൻ ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാൻ കണ്ട ആളാണല്ലോ എന്ന് മനസ്സിലായത്, ഞാൻ പരിചയപ്പെട്ടതാണ്. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല, പക്ഷേ നിങ്ങൾ ഇതാരും നിങ്ങളെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ പക്ഷെ അങ്ങനെയൊക്കെ കേൾക്കുമ്പം നമ്മൾ ഈ നാട്ടിൽ 16 കൊല്ലം കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഇല്ലേ, ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നു, അല്ലെ നമ്മളെ ആൾക്കാർ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നു, അതൊരു വലിയ കാര്യമായിട്ട് തന്നെ തോന്നുന്നു. അതിനെ ഞാനും ഹാപ്പി മോഡിൽ കാണുന്നു, അത് ഞാനും എൻജോയ് ചെയ്യുന്നു. പിന്നെ അതിനൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം, അതിപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഇച്ചിരി പാടാണ്. മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു നമ്മുടെ ഈ ഒരു ജനറേഷനിൽ ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ, ലൈക്ക് എന്താ പറയാ, ഒരുപാട് അത് ഈസി എന്നല്ല. ഇപ്പം ഞാൻ 10-16 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ വരുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. അപ്പൊ ഇപ്പം ഇച്ചിരി കൂടെ ഭയങ്കര ലിബറലാണ്, സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ്. നിങ്ങൾ എവിടെയോ ഇരുന്ന് എനിക്ക് മെസ്സേജ് അല്ലേ, അപ്പം ഞാൻ വരുന്ന സമയത്ത് അത്രയൊന്നും കാര്യങ്ങൾ അത്ര ഈസി ആയിരുന്നില്ല. അപ്പം ഇച്ചിരൂടെ ഈസിയാണ്, ബട്ട് അറ്റ് ദ സെയിം പോയിന്റ് ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ചേട്ടന്റെ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? എന്താ ചെറുപ്പത്തിൽ തൊട്ടേ ഇങ്ങനെ ഒരു കുക്കിംഗ്? ഞാൻ ഒരുപാട് പറഞ്ഞ സ്റ്റോറിയാണ്. കുക്കിംഗ് ഒന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ഫുഡ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കാനോ? ഫുഡിയാണ്. യെസ്, അതിപ്പോഴുമാണ്. ഫുഡും ബൈക്കും ഇച്ചിരി ഭ്രാന്തായിരുന്നു. അത് ഏജ് ഓഫ് 14-15 മുതൽ തന്നെ ഇപ്പോഴും ആ സെയിം വൈബ്, ഇപ്പോഴും ആ സെയിം ഭ്രാന്ത് ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നെ ആ ഭ്രാന്തിനെ കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി കൂടെ ഉള്ളത് ഒരു ബ്ലെസ്സിങ് ആയിട്ട് കൂടെ ഉണ്ട്. അപ്പൊ ചേട്ടൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ക്വിസീൻ എന്തായിരിക്കും? നമ്മുടെ കേരള ഫുഡാണോ? ഞാൻ ഒരാളെ കഴിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇപ്പം എന്നോട് കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടും ഏറ്റവും കൂടുതലും ശ്രമിക്കുക കേരള ഫുഡാണ് പ്രസന്റ് ചെയ്യാനാണ്. കാരണം ഐ റെപ്രസെന്റ് മൈ കൾച്ചർ, അതെന്റെ ഫുഡിൽ കൂടെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. അത് ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും അതായിരിക്കണം ഞാൻ എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷെ കഴിക്കുന്നതിന് ലോകത്തിന്റെ അല്ലെങ്കിൽ സൂര്യനടിയിലുള്ള മലമാമന വരെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇല്ല, അങ്ങനെ ഒത്തിരി വലിയ എക്സ്പ്ലോറും ചെയ്യാം. പക്ഷെ എന്നാലും ഒരുപാട് ക്യൂസീൻസ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പം നമുക്കും ഇതൊക്കെ ഒരു ലേണിംഗ് പ്രോസസ്സാണ്. നമ്മൾ ഓരോരുത്തർക്ക് ചെല്ലുമ്പോൾ പുതിയ കാര്യങ്ങൾ കാണുന്നു, പുതിയ ഇൻഗ്രീഡിയൻസിനെ പരിചയപ്പെടുന്നു. നമ്മൾ തന്നെ അറിയാവുന്ന ഒരു സാധനം വേറൊരു തരത്തിൽ അവർ പ്രസന്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ഇതൊക്കെ ഒരു ലേണിംഗ് പ്രോസസ്സാണ്. അപ്പം ബാക്കിയുള്ള ക്യൂസീനിലെ ഫ്ലേവേഴ്സും എൻജോയ് ചെയ്യാൻ അതുപോലെ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഇംഗ്ലീഷുകാരൊക്കെ ആണെങ്കിലും മലയാളി ഫുഡ് ഇപ്പൊ നമുക്ക് കാണാം, അവരിങ്ങനെ നല്ല ലവ് ചെയ്ത് കഴിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ ചേട്ടൻ എന്താ തോന്നുന്നത്, ആ ഒരു മിക്സിംഗ് ക്വിസീൻസ് ഓൾ ഓവർ ദ വേൾഡ്? അങ്ങനെയല്ല, എല്ലാവർക്കും എല്ലാത്തിനെ കുറിച്ചും അറിയാം ഈ വന്ന കാലത്ത്. അപ്പൊ അവർക്കറിയാം കേരള ക്യൂസീനെ കുറിച്ച് അറിയാം, പക്ഷെ അതിൽ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് അറിയത്തില്ല. അപ്പൊ ആൾക്കാർ ഇപ്പോൾ ഇന്ത്യൻ ഫുഡ് എന്ന് കാണുമ്പോൾ ഒരു റോങ് പെർസെപ്ഷൻ പോകുന്നത് സ്പൈസി ഫുഡ്. പക്ഷെ ഇതിന്റെ ഒരു സാധനം ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്പൈസിയും സ്പൈസസും ഉണ്ട്. നമ്മുടെ ഫുഡിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്പൈസസ്. ഇറ്റ് ഡസന്റ് മീൻ ഇറ്റ്സ് സ്പൈസി. അപ്പം അത് ആൾക്കാർക്ക് അറിയണമെന്നില്ല. അപ്പൊ ആൾക്കാർ ഇന്ത്യൻ ഫുഡിനെ കുറിച്ച് സ്പൈസി ഫുഡ് എന്നൊരു റോങ് കോൺസെപ്റ്റ് വന്ന് തലയിൽ കയറിയിട്ടുണ്ട്. പക്ഷെ ഞാനത് ആൾക്കാരുടെ ഇപ്പൊ വന്നിരിക്കുന്ന ഇംഗ്ലീഷുകാര്, ഞാൻ അവർ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന കറിവേപ്പില ചിക്കനാണ്, അത് സ്മോൾ വിത്ത് ബോൺസ് ആണ്. ഞാൻ അവരോട് പറഞ്ഞത് ഈ സാധനം നൈഫും ഫോർക്ക് വെച്ച് കഴിക്കാൻ ഫ്രണ്ട്ലി ആവണമെന്നില്ല, പക്ഷെ ഐ പ്രിഫർ യൂസ് യുവർ ഹാൻഡ്. നിങ്ങൾ എൻജോയ് ചെയ്യുന്നെങ്കിൽ അവരവിടെ നിന്ന് കൈകൊണ്ട് കഴിക്കുന്നുണ്ട്. സോ ദേ ഡോണ്ട് മൈൻഡ് അഡാപ്റ്റിംഗ് തിങ്സ്. പക്ഷെ നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കണം. എല്ലാവരും എന്തിനാ വരുന്ന ഫുഡ് എൻജോയ് ചെയ്യണം. പക്ഷെ ചിലർക്ക് പറ്റണമെന്നില്ല, ചിലർ അതിനെ ആ ഒരു സെൻസിലെടുക്കും. ഈ ഓണസദ്യക്ക് സ്പൂണ് കൊണ്ട് ഓണസദ്യ കഴിച്ച ഇംഗ്ലീഷുകാരും ഉണ്ട്, കൈ കൊണ്ട് വാരി കഴിച്ച ഇംഗ്ലീഷുകാരും ഉണ്ട്. കാരണം അവര് സ്പൂൺ കൊണ്ട് കഴിച്ചവർക്ക് കൈ കൊണ്ട് കഴിക്കാനുള്ള പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. ചോറ് അവർക്ക് വാരി കഴിക്കാൻ അറിയത്തില്ല. അപ്പൊ അവര് സ്പൂൺ കൊണ്ട് കഴിച്ച ഇലയിലിരുന്ന്, അല്ലാതെ കൈ കൊണ്ട് വാരി ട്രൈ ചെയ്ത ഇംഗ്ലീഷുകാരും ഉണ്ട്. സോ ഇറ്റ്സ് ഓൾ ലൈക്ക് നമ്മളെങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെങ്ങനെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അവരെങ്ങനെ അതിനെ അഡാപ്റ്റ് ചെയ്യുന്നു. ഇനി ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്താ പറയാ, ചേട്ടന് ഏറ്റവും ആദ്യമായിട്ട് ചേട്ടൻ ഉണ്ടാക്കിയ ഡിഷ് ഏതാന്ന് ഓർമ്മയുണ്ടോ? ഞാൻ ഒരു പക്ഷേ വല്ല ചിക്കൻ ഫ്രൈ ആയിരിക്കണം എന്റെ ലൈഫിൽ. ചിക്കൻ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അന്ന് ഇച്ചിരി അവൈലബിൾ അതാണ്. കാരണം ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനടുത്തുള്ള ചിക്കൻ ഷോപ്പിൽ നിന്ന് ചിക്കൻ കിട്ടും. അപ്പം മമ്മി അറിയാതെ വീട്ടിൽ കൊണ്ട് ഫ്രൈ ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ ചിക്കൻ ലിവർ ഫ്രൈ ചെയ്ത് കഴിക്കുക.
അപ്പം ഡെഫിനറ്റ്ലി യെസ്. അല്ലെങ്കിൽ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി ഓംലേറ്റ്. ഒരു ചിക്കന്റെ ഒരു 10 ഡിഫറെന്റ് സ്പെഷ്യൽ ഡിഷസിന്റെ പേര് പറയാം. അയ്യോ അതിപ്പോ എന്തോരം നമുക്ക് പറയാൻ പറ്റും. ഇപ്പം ക്യൂസീൻ തന്നെ മാറിയാൽ നമുക്ക് ഒരുപാട്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെ കൊടുക്കുന്ന ചിക്കൻ വറവിൽ കൊടുക്കാറുണ്ട്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാ ചിക്കൻ ഐറ്റംസ്? നമ്മളിപ്പോ ചിക്കൻ വറവിൽ കൊടുക്കാറുണ്ട്, കേരള പെപ്പർ ചിക്കൻ കൊടുക്കാറുണ്ട്, പിന്നെ നാഗാ ചിക്കൻ ടിക്ക എന്ന് പറഞ്ഞിട്ട് സ്പൈസി ചിക്കൻ ടിക്ക കൊടുക്കാറുണ്ട്. പിന്നെ ഒരു മലായി, അതായത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ തെളിച്ചേരി പെപ്പർ ഇൻഫ്യൂസ്ഡ് മലായി കബാബ് എന്ന് പറഞ്ഞിട്ട് ഒരു മലായി കബാബ് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ആലപ്പി എന്ന് പറഞ്ഞ കറിയുണ്ട്, ബട്ടർ ചിക്കൻ ഉണ്ട്, ചിക്കൻ പെരളൻ ഉണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്. അങ്ങനെ കുറെ ഉണ്ട്. ഏതെങ്കിലും ഒരു ഡിഷ് സിഗ്നേച്ചർ ഡിഷ് ബൈ ഷെഫ് ജോമോൻ? ഞാൻ ആലപ്പി കോഴിക്കറി ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തു. മമ്മി ഉണ്ടാക്കിയിരുന്ന കറി നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തു. കോക്കനട്ട് റൈസും അതും നല്ല കോംബോ ആയിട്ട് ഞാൻ പണ്ടുണ്ടായിരുന്ന ഹോട്ടലിലും അത് സെർവ് ചെയ്തിരുന്നു. ഐ ക്യാരിഡ് ഫോർവേഡ്. അത് ഇറ്റ്സ് വെരി ക്ലോസ് ടു ഹാർട്ട്. അപ്പം അങ്ങനെ ഇവിടെയും അത് സെർവ് ചെയ്യുന്നുണ്ട്. ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നു. എന്താ പറയാ, നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപാട് സ്ട്രഗിൾസ് ഒന്നും ഏറ്റെടുക്കാനായിട്ട് തയ്യാറല്ല. എനിക്കറിയാം ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരാളുടെയും പിറകില് ഒരു സ്ട്രഗിളിങ് ഒരു ജേർണി ഉണ്ടായിട്ടുണ്ടാവും. ചേട്ടൻ്റെ ആ ഒരു ജേർണി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ ഭയങ്കര ലാവശ്യമായിരുന്നു. അപ്പ സൗദിയിലാണ്, മമ്മിയാണ് നാട്ടിലുള്ളത്, എനിക്കൊരു അനിയനാണ്. അപ്പം 10ാം ക്ലാസ് 12ാം ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ഈ തലതെറിച്ച് പോകുന്ന ഒരു സീൻ ഉണ്ടല്ലോ, വീട്ടുകാർ അല്ലെ അമ്മ പറയുന്നത് കേട്ടാൽ നമുക്ക് കുറച്ചിലാവും എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ മാക്സിമം എൻജോയ് ചെയ്ത് റൊമാൻസ് നടന്നൊരു മനുഷ്യനാണ്. അന്നത്തെ ഭാഷയിലേക്ക് പറഞ്ഞ തലതെറിച്ച് ചെറുക്കൻ എന്ന് നാട്ടുകാർ തന്നെ എന്നെ പറഞ്ഞൊരു സമയമുണ്ട് എനിക്ക്. കാരണം അന്ന് ബൈക്കുണ്ട്, അത്യാവശ്യം കയ്യിൽ ഇച്ചിരി കാശൊക്കെ കിട്ടും, അതൊക്കെ വെച്ചിട്ട് അടിച്ചു പൊളിച്ച് നടന്നതാണ്. പക്ഷെ ഇറ്റ്സ് ഓൾ ചേഞ്ച് വെൻ ഐ കെയിം ഹിയർ. കാരണം ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും പട്ടിണി കിടന്നത് ലണ്ടനിൽ വന്നിട്ടുണ്ട്. അത് പട്ടിണി കിടക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു ഷെഫാക്കാൻ വേണ്ടി. അപ്പം വീട്ടുകാർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു, അല്ലെങ്കിൽ അപ്പയ്ക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം എന്തിനാ കുശിനിക്കാരനാകാനാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്പയുടെ ആഗ്രഹം എന്നെ ഫിസിയോതെറാപ്പിക്ക് പോവോ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോവോ, അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ പോവോ എന്നൊക്കെയാണ് അപ്പയ്ക്ക് എന്നെ കുറിച്ചുള്ള ആഗ്രഹങ്ങള്. പക്ഷേ ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പം എൻ്റെ ആഗ്രഹത്തിന് അവസാനം അപ്പം കൂടെ നിന്നു. ആ ഒരു യെസ് അപ്പം പറഞ്ഞത് കൊണ്ട് ഞാൻ ഇവിടെയും ഹോട്ടൽ മാനേജ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ കൾണറി മാനേജ്മെന്റ് പഠിക്കാനായിട്ട് ഈ നാട്ടിൽ വന്നപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് എല്ലാം അപ്പം മീറ്റ് ചെയ്തപ്പം എനിക്ക് പിന്നെയും എൻ്റെ അപ്പൻ്റെ മുമ്പിൽ പോയി പൈസ ചോദിക്കാനുള്ള ഒരു ഈഗോ. അതായത് അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങിയിട്ടും എനിക്ക് എൻ്റെ കരിയറിലൊന്നും ആകാൻ പറ്റിയില്ല എന്ന് ഞാൻ തുറന്നു കാണിക്കില്ലേ, എടുക്കില്ല. അപ്പം അത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് പിന്നെയും ഇവിടെ കഴിയുന്നതിന് പൈസ ചോദിക്കാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് എന്താ പറയുക, നമ്മളിൽ ചുരുങ്ങുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പട്ടിണി കിടക്കുന്ന സാഹചര്യങ്ങളിൽ പട്ടിണി കിടന്നു, ജോലി ചെയ്യേണ്ട സാധനങ്ങൾ ജോലി ചെയ്തു, നടന്നു പോകാൻ വണ്ടിക്കൂലി സേവ് ചെയ്യാൻ പറ്റുന്നിടത്ത് വണ്ടിക്കൂലി സേവ് ചെയ്ത് മൈലുകൾ നടന്നു പോയി ജോലി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്തത് എനിക്ക് വാശിയോ അതിപ്പം എങ്ങനെയും ആൾക്കാർക്ക് കണക്കൂട്ടാം. ഒരുപക്ഷെ എൻ്റെ അപ്പനുള്ള വാശി, കാരണം എൻ്റെ അപ്പ എന്നോട് പറഞ്ഞ ഒരു യെസ്സിന് വേണ്ടി നിൽക്കണം, അല്ലെങ്കിൽ കാരണം എനിക്ക് പോയി എൻ്റെ അപ്പയോട് തുറന്നു പറയാൻ പറ്റില്ല എനിക്ക് ഇനിയും കാശ് വേണം. അങ്ങനെ അപ്പ ചോദിക്കില്ലേ, നിന്റെ ഇഷ്ടത്തിന് പഠിക്കാൻ പോയിട്ട് നിനക്കൊന്നും ആകാൻ പറ്റിയില്ല എന്നോട് ചോദിച്ചാൽ ആ എൻ്റെ ഇഷ്ടം കുറഞ്ഞു പോയില്ലേ അവിടെ. അപ്പോൾ ആ ഇഷ്ടത്തിന് വേണ്ടി നിന്നുകൊണ്ടാണ് എനിക്ക് പട്ടിണി കിടക്കേണ്ടി വന്നത്. പക്ഷെ അത് നല്ലതായും തോന്നുന്നു. കാരണം ഫുഡിൻ്റെ വാല്യൂ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ വിശക്കുന്നവൻ്റെ അല്ലെങ്കിൽ വിശക്കുന്നതിന് മുമ്പിൽ കൊണ്ടുവെക്കുന്ന ഒരു നേരത്തെ ആഹാരത്തിന്റെ വാല്യൂ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതത്തിൽ ചില അവസരങ്ങൾ വരുന്നില്ലേ. സോ ഐ എം സോ ഹാപ്പി ഫോർ ഓൾ ദ സ്ട്രഗിൾസ്. എന്നെ ഞാനാക്കി മാറ്റിയത് ആ സ്ട്രഗിളാണ്. ഇപ്പം ഒരു പട്ടാളക്കാരന് നേരെ എന്നൊരു പട്ടാളക്കാരനാകാൻ പറ്റില്ലല്ലോ. അവന് ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഭാഷാരിക്ക് നേരെ കൊണ്ടുവന്ന ഒരു വലിയ ശില്പം. ഇപ്പൊ ഇത് വരച്ചത് ഭയങ്കര വലിയൊരു ആർട്ടിസ്റ്റാണ്, ദുബായിൽ നിന്ന് വന്ന് വരച്ച. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം ഇത് കണ്ടിങ്ങനെ ഇതിന് മുന്നിൽ ഞാനിങ്ങനെ അന്താളിച്ചിരുന്നപ്പം ഒരിക്കലും നേരെ വരയ്ക്കണം. അപ്പൊ അതിന്റെ പുറകിൽ അവരെടുക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടാകും. ഡെഫിനറ്റ്ലി യെസ്, അങ്ങനെ ഒരു വലിയ സ്ട്രഗിൾ ഞാനും എടുത്തിട്ടുണ്ട്. And I'm thankful to God like for all those struggles. See, that's made me who I am. ചേട്ടൻ അപ്പോൾ എങ്ങനെ UK-ലല്ലാതെ നാട്ടിൽ നിന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫെയിം ആവായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ ലൈഫ് കിട്ടിയിരുന്നേനെന്ന് തോന്നുന്നുണ്ടോ? ഇനിഷ്യൽ സ്റ്റേജിൽ ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് നാട്ടിൽ കിട്ടാനുള്ള പരിമിതികൾ, നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നമ്മളൊരു ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങുമ്പോൾ, ഒരു കിച്ചണിലോട്ട് ഇറങ്ങുമ്പം നമ്മളൊരു 4 വർഷത്തെ എക്സ്പീരിയൻസുമായിട്ട് ചെല്ലുമ്പം അവിടെ 10, 15, 20 വർഷമായ എക്സ്പീരിയൻസായ ഷെഫ്മാർ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ വരെ എത്താനുള്ള പേസ് അല്ലെങ്കിൽ ആ ടൈം ഭയങ്കരമായിട്ട് കൂടുതലെടുക്കും. അപ്പം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പക്ഷേ ഇവിടെ ആയിരിക്കും ഇച്ചിരി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക. പക്ഷേ
ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു നാട്ടിലാണെങ്കിൽ ഇച്ചിരി മീഡിയ പ്രസൻസ് കിട്ടിയേനേയും നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഇച്ചിരി വാല്യൂ ഉണ്ടായേനേയും ഇച്ചിരി കണക്ട് ചെയ്യാൻ പറ്റിയേനേയും ആൾക്കാർക്ക്. പക്ഷേ ഇവിടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും പോസിബിലിറ്റീസും വളരെ കുറവാണ്. അപ്പോൾ എങ്ങനെയാണ് ലൈക്ക് ഇപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് ഫുഡ് ബിസിനസ് ഒക്കെ ആകുമ്പോൾ സോഷ്യൽ മീഡിയ ഒരു വലിയ പാർട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ ജനകാലത്ത്. അപ്പൊ എങ്ങനെ സോഷ്യൽ മീഡിയ എത്രത്തോളം ചേണ്ട ഈ ഒരു ജേർണിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? കാരണം അതൊരു പരിധി വരെ നല്ലപോലെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ കരിയറിൻ്റെ ഒരു ഫ്യൂല് തന്നെ സോഷ്യൽ മീഡിയ ആണെന്ന് ഞാൻ പറയും. കാരണം എന്നെ എല്ലാവർക്കും അറിയണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ ചെയ്യുന്നത്, അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് എൻ്റെ അടുക്കൽ വരുന്ന ഫുഡ് കഴിക്കുന്നവർക്ക് മാത്രമല്ല അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഔട്ട്സൈഡ് വേൾഡിനെ അറിയാൻ തുടങ്ങിയത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തപ്പോഴാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ വിഷൻ എന്താണ്, അപ്പോൾ നമ്മുടെ കൾച്ചറിന് വേണ്ടി നമ്മൾ നിൽക്കുന്നതിനെ കുറിച്ച്, ഞാൻ കോമ്പറ്റീഷന് പോയത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഔട്ട്സൈഡ് മീഡിയ അല്ലെങ്കിൽ വെളിയിൽ വന്നു തുടങ്ങിയപ്പോഴാണ് ഇവനിൽ ആരോ ആണ് അല്ലെങ്കിൽ ഇവനിൽ എന്തോ ഒരു സ്പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് അവസരങ്ങൾ, അങ്ങനെയല്ലേ നിങ്ങൾ വന്നത്? ഞങ്ങളും അങ്ങനെ. എനിക്ക് തോന്നുന്നു എന്താ പറയാ, ലൈക്ക് ഐ ഡോണ്ട് നോ ഹൗ വി നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല. അപ്പോൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചപ്പോൾ ഞാനിങ്ങനെ റോസീനാണെന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ചപ്പം ഞാനും പറഞ്ഞത് ഓക്കെ ഫീൽ ഫ്രീ എന്നാണെന്ന് പറഞ്ഞാൽ മതി, വരാൻ മതി. അപ്പം എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പോൾ അത് സോഷ്യൽ മീഡിയ കൂടെ വന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി യെസ്. ഓക്കെ. പിന്നെ എങ്ങനെയാണ് യുകെയിൽ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നത് ഒരു ഫാമിലി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രൊഫഷൻ പ്ലസ് ഫാമിലി ലൈഫ്, അതാണ് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ്? ഞാൻ ഫേസ് ചെയ്തോണ്ടിരിക്കുന്നത്. കാരണം വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വന്ന സമയത്തൊക്കെ വൈഫിന് ജോലി, കുഞ്ഞുങ്ങളെ നോക്കണം, കൊച്ചു പൊടി കുഞ്ഞുങ്ങളാണ്. അപ്പം ആദ്യം ഇവനോട് വൈഫ് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വൈഫ് നേഴ്സാണ്. അപ്പം അവിടെ തന്നെയുള്ള ഹോസ്പിറ്റലിൽ ഒരു ക്യാൻറ്റീനിൽ ജോലി കയറിക്കൂടെ, അപ്പോൾ ഇച്ചിരി ലൈഫ് ഈസി ആവില്ലേ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞത്, ഞാൻ ജോലിയെ തുച്ഛീകരിച്ചല്ല, എൻ്റെ ഒരു ആഗ്രഹവും വിഷയമാണല്ലോ. അപ്പോൾ ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞത് ഞാൻ ഒരു ക്യാൻറ്റീനിൽ ഷെഫായിട്ട് നിൽക്കാനാണ്. കാരണം ക്യാൻറ്റീനിൽ ഒരു സൈക്ലിക് മെനു ആണ്, മൺഡേ ഒരു മെനു, ആ സെയിം മെനു ആണ്. അപ്പോൾ സൈക്ലിക് മെനു എന്ന് പറയും. ഞാൻ അങ്ങനെ സൈക്ലിംഗ് മെനു ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഹോട്ടൽ മാനേജ് പഠിച്ചത്. എനിക്ക് എൻ്റെതായ ഒരു ആഗ്രഹങ്ങളുണ്ട് എന്ന് ഞാൻ വൈഫിനോട് ഒരു വട്ടം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പുള്ളിക്കാരി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു. കാരണം ഞാനിപ്പോൾ 4 ദിവസം കോമൺട്രിയിൽ താമസിച്ചിട്ട് ബാക്കി 3 ദിവസമാണ് വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ആ ഫാമിലി തരുന്ന ഒരു ഫ്രീഡം, നമുക്ക് എത്ര പാഷൻ, ഞാൻ ഈയിടെ ഒരാളോട് പറഞ്ഞു, നമുക്കിപ്പോൾ എത്ര പാഷൻ ഉണ്ടായിക്കോട്ടെ, നമ്മൾ ഭയങ്കരമായിട്ട് കരിയർ ബൂസ്റ്ററാണ്, എല്ലാം ചെയ്താലും നമുക്ക് വീട്ടിൽ നിന്ന് ആ ഒരു അവൈലബിലിറ്റിയും സപ്പോർട്ടും കിട്ടിയില്ലെങ്കിൽ നമുക്കൊന്നും ആക്കാൻ പറ്റില്ല. കാരണം ഞാൻ പല ഫംഗ്ഷനിലും പോകുമ്പോൾ പലരെയും കാണാറുണ്ട്. അപ്പോൾ അവർ പറയും ഞാൻ പണ്ട് ഷെഫായിരുന്നു, ഇപ്പോൾ കെയറായിട്ട് വർക്ക് ചെയ്യുന്നു, ഞാൻ ആ ഷിപ്പിൽ വർക്ക് ചെയ്ത ഷെഫാണ്, അല്ലെങ്കിൽ ഞാൻ താജിലുണ്ടായിരുന്നതാണ്, പക്ഷേ ഇപ്പം ഒരു ടെസ്കോയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ അവരുടെയൊക്കെ വിഷയം എന്ന് പറഞ്ഞാൽ അവർക്കത് ഒരു പക്ഷേ പറ്റാഞ്ഞത് കൊണ്ടാവാം, അല്ലെങ്കിൽ ആ സ്ട്രഗിൾ രണ്ടുപേർക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാഞ്ഞത് കൊണ്ടാകാം. അവരുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു സാധനം കിടപ്പുണ്ട്. ചിലപ്പോൾ ഒരു പാഷൻ ഉണ്ടാവാം, പക്ഷെ അവർക്കത് പുട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് ആ ഫാമിലി കൂടെ നിന്നത് കൊണ്ട് എനിക്കത് പറ്റിയൊരു പരിധി വരെ. അപ്പോൾ ഇപ്പോഴും അതൊക്കെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം വൈഫ്, ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പോഴും വൈഫ് അതിൻ്റെതായ ഓട്ടത്തിലാണ്. കുഞ്ഞുങ്ങളെ രാവിലെ സ്കൂളിൽ വിടണം, കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വരണം, അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഷോപ്പിങ്ങിന് പോകണം. ഞാൻ അവിടെ ഇല്ലാത്തപ്പോഴും വീട്ടിലെ കാര്യങ്ങളെല്ലാം അതുപോലെ ഓടുന്നത് കൊണ്ടാണ് നമുക്ക് ഈ നാട്ടിലെ കരിയറിൽ എന്തെങ്കിലും ആകാൻ പറ്റുക. അല്ലെങ്കിൽ നാട്ടിൽ ഇച്ചിരി ഈസിയാണ്. കാരണം വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അമ്മാവൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അമ്മായി ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടാവും. നമുക്ക് അങ്ങനെയൊന്നും ആരുമില്ല. പിന്നെ പേരൻസ് ഇപ്പം വല്ലപ്പോഴും വന്ന് അങ്ങനെ കൂടെ നിൽക്കാറുള്ളത് കൊണ്ട് ഞങ്ങൾക്കും അതൊരു സപ്പോർട്ടാണ്. പിള്ളേർക്കും അതൊരു വലിയ ആഗ്രഹമാണ്. അവർക്കും ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ അവർ തിരിച്ചു നിൽക്കാനുള്ള താല്പര്യം. അത് ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു.